ഹലോ മക്കളെ, ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ആ മക്കളെയൊക്കെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്നും അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ സ്ഥലം കിളിമാനൂരാണ്. കിളിമാനൂർ ഞാൻ ഇറങ്ങുന്ന സമയത്തൊരു ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടി പല പല പ്രശ്നങ്ങളായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് മിക്ക ദിവസവും ഞാൻ കാണുകയും ചെയ്യും. അതിന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർമ്മിക്കും, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ആരെങ്കിലും ഒരെണ്ണത്തിനെയെങ്കിലും രക്ഷിക്കുന്നത് നമുക്ക് കാണാനും അറിയാനും ഇടവരണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അതുപോലൊരു അനുഭവം ഞാൻ സ്ഥിരം കാണുകയും സഹായിക്കുകയും ചെയ്യുന്ന ആ മോനെ രക്ഷിക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഉള്ള മനുഷ്യസ്നേഹികളായ കുറച്ച് നല്ലവരായ മനുഷ്യർ ആ പാവം മോനെ രക്ഷിച്ച് അവനൊരു തെരുവിൽ നിന്നും ഒരു മോചനം കൊടുത്ത് അവനെ രക്ഷിച്ച് അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതുപോലെ നല്ല മനുഷ്യസ്നേഹികളായ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഇനി ആരും ഉണ്ടാവരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഈ മോന് വേണ്ടുന്ന സഹായം ചെയ്യുകയും അവനെ സംരക്ഷിക്കുകയും ഈ തെരുവിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോയവർക്ക് നല്ലത് വരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്ര ഒരു ദൈവികമുള്ളൊരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന സഹായം ഇതുപോലുള്ള ആൾക്കാർക്ക് ചെയ്യണം കേട്ടോ മക്കളെ. തിരുവനന്തപുരം ജില്ലയുടെ കിളിമാനൂർ ഭാഗത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന്റെ പേര് പോലും ആർക്കും അറിയില്ലായിരുന്നു. ഒരുപാട് പേര് ഫേസ്ബുക്കിൽ മെൻഷൻ ചെയ്തു, ഉസ്താദെ നിങ്ങളിത് കാണുന്നില്ലേ, അദ്ദേഹത്തെ ആരെങ്കിലും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആംബുലൻസും കൊണ്ട് അവിടെ പോയി. അദ്ദേഹം ഒരു തരത്തിലും ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ പ്രിയങ്കരായ പ്രവർത്തകർ റാഷിദ് മുബാറക്ക്, സഫീർ കമന്നൻ എല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ച് ആംബുലൻസിൽ കയറ്റി ഞങ്ങൾ കൊണ്ടുപോയി നമ്മുടെ വളവുവച്ചയിലെ സ്നേഹസാഗരയിൽ കൊണ്ടുപോയി. അദ്ദേഹത്തെ മുടിയെല്ലാം വെട്ടി, മുടിക്കകത്തൊക്കെ ഒരുപാട് ചീത്ത വസ്തുക്കളും നജസ്സുകളും പ്രാണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടിയെടുത്ത് വൃത്തിയാക്കി. ജട പിടിച്ചിരുന്ന മുടിയല്ലേ, വല്ലാത്ത ദുർഗന്ധവുമായിരുന്നു. മീശൻ താടിയൊക്കെ വടിച്ച് അദ്ദേഹത്തിന് പല്ല് എന്തായാലും കുറേ കാലമായിട്ട് തേച്ചിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പായിരുന്നു. വലിയ സന്തോഷമായി അദ്ദേഹത്തിന് പല്ല് തേച്ച് കൊടുത്തു. അത് ചിരിക്കുന്നുണ്ടോ? അദ്ദേഹം ചിരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് പല്ല് തേച്ച് കൊടുത്തപ്പോൾ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ വായ്ക്കകത്ത് കുറേ ദുർഗന്ധമൊക്കെ പുറത്തുപോയി. പല്ലിൻ്റെ കേടൊക്കെ മാറ്റി. ഒരുപാട് പല്ലിനകത്തൊക്കെ ഒത്തിരി നികഷ്ടതകൾ ഉണ്ടായിരുന്നു. ഒക്കെ വൃത്തിയാക്കി കൊടുത്തു. മന്നാനിയും റാഷിദും ഞാനും കൂടി അദ്ദേഹത്തെ കുളിപ്പിച്ചു. അൽഹംദുലില്ലാ, വല്ലാത്തൊരു രംഗമായിരുന്നു. തലയ്ക്കകത്തേക്ക് തണുത്ത വെള്ളം വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം, അദ്ദേഹത്തിന് ആരൊക്കെ ഉള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. വല്ലാത്തൊരു ആനന്ദമായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ കുളിപ്പിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ തലയൊക്കെ തുടച്ച് വൃത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ചിരി കണ്ടപ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം ആരുമില്ല എന്ന് കരുതി അലഞ്ഞു തിരിഞ്ഞ് നടന്നയാളാ. പട്ടിയും പൂച്ചയും കടിച്ചും മാന്തിയും മഴയും വെയിലും ഒരുപോലെ കൊണ്ടും വല്ലാത്തൊരു രംഗമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റൂല. നഖം വെട്ടി, പുതിയ ചെരുപ്പ് വാങ്ങി, പാൻറ്റും ഷർട്ടും തോർത്തൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം വാരി കൊടുത്തപ്പോൾ ഒരു സംഭവമുണ്ട്, അദ്ദേഹം കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് കണ്ടു നിൽക്കാൻ കഴിയൂല നമുക്ക്. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കും ഭക്ഷണം വാരി തന്നിട്ടില്ലേ? ആരും ഭക്ഷണം വാരി തന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മ മാത്രമേ തന്നിട്ടുള്ളൂ. എന്നാൽ അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹസാഗരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സന്തോഷവും കൂടെ ഉണ്ടാവണം. എത്ര ദിവസം അദ്ദേഹം നിൽക്കുമെന്നറിയില്ല. നിൽക്കുന്നിടത്തോളം